സംസ്ഥാന വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി ഉത്തരവിന് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി. ജോയിന്റ് സെക്രട്ടറിയെ അഡ്മിനിസ്ട്രേറ്ററായി നിയോഗിച്ച നടപടിയും സുപ്രീം കോടതി റദ്ദാക്കി. മുസ്ലിങ്ങളല്ലാത്തവരെ ബോർഡിൽ ഉൾപ്പെടുന്നത് എതിർക്കുന്നില്ല എന്ന നിലപാട് കേരള സർക്കാർ ഇന്ന് സുപ്രീം കോടതിയെ അറിയിച്ചു. ഇതിനിടെ വഖഫ് വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നിലപാടിനെ പിന്തുണച്ചും മുൻ സർക്കാരിനെ വിമർശിച്ചും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം ചന്ദ്രിക ദിനപത്രത്തിൽ ലേഖനം എഴുതി. ഇടത് സർക്കാരിന്റെ വഖഫ് ബോർഡ് രൂപീകരണം സാങ്കേതികവും നിയമപരവുമായ വ്യവസ്ഥകൾ പാലിച്ചിട്ടല്ലെങ്കിൽ അത് പരിശോധിക്കാം എന്ന് മാത്രമാണ് UDF സർക്കാർ കോടതിയിൽ പറഞ്ഞത്. രണ്ടാം മുസ്ലിങ്ങളെ വെച്ചോളാമെന്ന് കോടതിയിൽ പറഞ്ഞിട്ടില്ല എന്നും ലേഖനത്തിൽ PMA സലാം പറയുന്നു. വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നതിനെ അനുകൂലിച്ചിട്ടില്ല എന്ന UDF സർക്കാർ വാദം പൊളിയുകയാണോ? കാണാം RDX റാപ്പ്. വഖഫ് ബോർഡ് ജോയിന്റ് സെക്രട്ടറി അഡ്മിനിസ്ട്രേറ്ററായി നിയോഗിച്ച നടപടിയാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. ബോർഡ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിനെതിരെ വഖഫ് ബോർഡ് സമർപ്പിച്ച അപ്പീൽ പരിഗണിക്കുകയായിരുന്നു സുപ്രീം കോടതി. ബോർഡിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് എന്നായിരുന്നു ഹർജിക്കാരുടെ പ്രധാന വാദം. ഇത് അംഗീകരിച്ച സുപ്രീം കോടതി ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ അവസാന വരിയിൽ മാറ്റം വരുത്തി. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ബോർഡ് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു മേൽനോട്ടം ആവശ്യമില്ലെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി. കൂടാതെ ജോയിന്റ് സെക്രട്ടറിക്ക് എക്സ് ഒഫീഷ്യോ അംഗമായി തുടരാമെന്നും സുപ്രീം കോടതി അറിയിച്ചു. വഖഫ് ബോർഡിൽ മുസ്ലിങ്ങൾ അല്ലാത്ത 2 അംഗങ്ങളെ ഉൾപ്പെടുത്താത്തത് ചോദ്യം ചെയ്യുന്ന ഹർജികളിലായിരുന്നു ഹൈക്കോടതി ഇടപെടലുണ്ടായത്. ഇതിനെ തുടർന്നാണ് ഹൈക്കോടതി വഖഫ് ബോർഡിൽ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയത്. എന്നാൽ കേരള ഹൈക്കോടതിയുടെ ഇടക്കാല നിർദ്ദേശത്തെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പിന്തുണച്ചു. മുസ്ലിങ്ങൾ അല്ലാത്തവരെ ബോർഡിൽ ഉൾപ്പെടുത്താത്തത് മാത്രമല്ല വിഷയമെന്നും സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ജയദീപ് ഗുപ്ത അറിയിച്ചു. RDX റാപ്പ് ന്യൂസ് മലയാളം. മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരല്ലാത്തവരെ ഉൾപ്പെടുന്നതുൾപ്പെടെ 14-ാം വകുപ്പ് പൂർണ്ണമായും അനുസരിച്ച് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി അറിയിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ മുൻമന്ത്രി P. രാജീവ് പുറത്തുവിട്ടു. കോടതി ദൃശ്യങ്ങളാണവ. അതിലേക്ക്. It's only, my lord, the 2 non-Muslims. In the other matters, my lord, the ratio of Shias will have to be determined. And then, my lord, other various, my lord, segments have to be decided. Different segments have to be taken. Kindly see the undertaking given by the state before the High Court. We are not opposing, my lord. We are not saying that 14 should not be given effect. Yes. We wish to give effect to it. Let's kindly see the undertaking for a minute. Milord, Section 22 says no act gets invalidated by virtue of a vacancy. പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണിത്. അന്ന് PMA സലാം പറഞ്ഞത് അതേപടി ഇന്ന് ലേഖനമായിട്ട് എഴുതിയിട്ട് അദ്ദേഹത്തിന്റെ പത്രത്തിൽ. പക്ഷെ അദ്ദേഹം കാര്യം അറിയില്ല എന്ന് തോന്നുന്നു. കോടതിയിലും അദ്ദേഹം പറഞ്ഞ കാര്യമില്ല. അവിടെ നടക്കുന്നത് അദ്ദേഹത്തിന് കാര്യമായി പിടികിട്ടിയിട്ടില്ല. എന്താണ് വക്കീലന്മാരെ എന്താണ് ഈ സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്നത്, അവരെന്താണ് കോടതിയിൽ പറയുന്നത്, ഇതൊന്നും ലീഗ് നേതൃത്വം അറിഞ്ഞിട്ടില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, എനിക്ക് ഇതിൻ്റെ ഒരു അതായത് ലീഗിനെ അങ്ങനെ ഒരു മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസ് സ്വീകരിക്കുന്ന ഒരു സമീപനമാണോ ഇത്, അല്ലെങ്കിൽ നിയമവകുപ്പ് സ്വീകരിച്ചിരിക്കുന്ന ഒരു സമീപനമാണോ ഇത് എന്നൊക്കെ ഇനിയിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം PMA സലാം പറഞ്ഞ പോലെയൊന്നും അല്ല യഥാർത്ഥത്തിൽ കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ക്ലിയറായിട്ട് പറയുകയാണ് ഈ സെക്ഷൻ 14 അത് ഞങ്ങൾക്ക് അത് നടപ്പാക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ സർക്കാരിൻ്റെ ആഗ്രഹം. അത് സുപ്രീം കോടതിയിൽ പറയുകയാണ്. അതാണ് ഇപ്പം നമ്മൾ കേട്ടത്. P. രാജീവ് ഇന്ന് പുറത്തുവിട്ട വിഷ്വൽ അതാണ്. ആ കോടതി നടപടികളുടെ വിഷ്വലാണ്. അത് നമുക്ക് ഓൺലൈനിൽ കാണാവുന്നതാണ്. പക്ഷേ അതാരും അങ്ങ് ശ്രദ്ധിച്ചു, അതിലേക്ക് പ്രത്യേകിച്ച് പോകുന്നില്ലല്ലോ. അത് ആ വിഷ്വൽ എടുത്ത് പുറത്തു വിട്ടപ്പോൾ കൂടുതൽ വ്യക്തമായല്ലോ ലീഗ് ഈ കാര്യങ്ങൾ അറിയുന്നില്ല. അപ്പോൾ ലീഗ് അടിയന്തരമായി ചെയ്യേണ്ടത് ഞങ്ങളെ ഇങ്ങനെ ഇരുട്ടത്ത് നിർത്തിക്കൊണ്ടുള്ള നടപടി നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് കോൺഗ്രസിനോട് ആവശ്യപ്പെടുക തന്നെയാണ്. ആവശ്യപ്പെടുകയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഈ പഴുതുകളാണ് ലീഗ് ഈ വിഷയത്തിലൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ PM ശ്രീ വിഷയത്തിലായാലും ഇപ്പോൾ ഈ വിഷയത്തിലായാലും ഒക്കെ എങ്ങനെയെങ്കിലും ഇത് എന്താണ് നെഹ്റുവിനെ BJP സർക്കാർ നിരന്തരം ഇപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ, എല്ലാത്തിനും കാരണം നെഹ്റു ആണെന്ന് പറയുന്നത് പോലെ ഇതിനെല്ലാം കാരണം പിണറായി സർക്കാരാണ് എന്ന് പറഞ്ഞ് തടി തപ്പാവുന്ന ഒരു സാധ്യത തേടുകയാണ് നിരന്തരം ലീഗ് എന്ന് തന്നെ വേണം നമുക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ. കാരണം PM ശ്രീയിൽ അതാണ് ചെയ്തത്, ഈ വിഷയത്തിൽ ഇപ്പോൾ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ആ സർക്കാർ തന്നെ ഇങ്ങനെ തീരുമാനിച്ചത്. ആ സർക്കാർ സുപ്രീം കോടതിയിൽ പോയി പറഞ്ഞു വാദിച്ചത് ഇതല്ല, അതിന് തെളിവുണ്ട്. അവിടെ പോയി വാദിച്ചിരിക്കുന്നത് ഇതല്ല, സെക്ഷൻ 14 നടപ്പാക്കുന്നത് തെറ്റാണ് എന്ന് തന്നെയാണ് ആ സർക്കാർ വാദിച്ചിരിക്കുന്നത്. എന്ത് തന്നെ ആയാലും. പക്ഷേ ഈ സർക്കാർ വാദിക്കുന്നത് അങ്ങനെയല്ല. ഈ സർക്കാരിൻ്റെ നിലപാടതല്ല, കോടതിയിൽ നിലപാടതല്ല. പിന്നെ ഇനിയിപ്പോൾ ആ കേസിൻ്റെ ഗതി എന്താകുമെന്ന് നമുക്കിപ്പോൾ കണ്ടറിയാം. കാരണം ഹൈക്കോടതിയിൽ വാദിച്ചപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ഹൈക്കോടതിയിൽ ഇത് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ മറ്റൊന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ശരിയാവുമെന്നാണ് നമ്മൾ ചർച്ച ചെയ്തത്.
അല്ല കുഴപ്പമില്ല. ആ പ്രശ്നം സുപ്രീം കോടതിയിലും ടെൻഷൻ അവർക്കില്ല. ഇപ്പോൾ ആ നിലപാട് സെക്ഷൻ 14 എന്താണ് മുസ്ലിങ്ങളല്ലാത്തവരെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്താം എന്നുള്ള ഉറച്ച നിലപാട് അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വി വിഷ് ടു ഗിവ് എൻ എഫക്ട് ടു ദാറ്റ് എന്ന് കൃത്യമായി വക്കീൽ അവിടെ പറയുന്നത് നമ്മൾ കേട്ടു, സെക്ഷൻ 14. അപ്പോൾ ഇനിയിപ്പോൾ അതിനകത്ത് കൂടുതൽ ന്യായീകരിച്ച് മെഴുകാൻ നിൽക്കാതെ ഇനി യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് തിരിച്ചറിയുകയും ഒന്നുകിൽ നിശബ്ദരായിരുന്നു കൊണ്ട് അതൊക്കെ നടപ്പാക്കാൻ ശ്രമിക്കുകയും അതല്ലെങ്കിൽ അതിനോട് പ്രതിഷേധിക്കുകയുമാണ് ലീഗ് ഇനിയിപ്പോൾ ചെയ്യേണ്ടത്. എളുപ്പമുള്ള വഴി ലീഗ് ആസൂത്രണം ചെയ്ത മട്ടിലാണെങ്കിൽ ഇപ്പോൾ ഈ വഖഫ് ബോർഡിനെ ഒഴിവാക്കിയിട്ട്, കാരണം ഈ വഖഫ് ബോർഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ KSMC ആയാലും ഇവരൊക്കെ ലീഗിന് തീരെ താല്പര്യമില്ലാത്ത ആളുകളാണ്. അപ്പോൾ അവരെ ഒഴിവാക്കി നമ്മുടെ 2-3 പേരെ തിരുകാനുള്ള ഒരു അവസരം എന്നത് മാത്രമാണ് തൽക്കാലം ലീഗിൻ്റെ ലക്ഷ്യമെങ്കിൽ ഈ വാദങ്ങളുമായി മുമ്പോട്ട് പോകട്ടെ. സർക്കാർ ഞങ്ങളിത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് ചന്ദ്രികയിൽ 4 ലേഖനമൊക്കെ എഴുതി മുമ്പോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അതുതന്നെയാണ് PMA സലാമും ലീഗും ഉദ്ദേശിക്കുന്നതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഹർഷ, അതായത് പിന്നെ ഈ റിസൾട്ട് വന്നെന്ന് വൈകിട്ട് ലീഗ് അവരുടെ രാഷ്ട്രീയം കുപ്പായ ഊരുന്ന പോലെ ഊരിയിട്ട് CH സെൻറ്ററിൽ ഒരു റൂമിൽ വെച്ചിരിക്കുകയാണ്. അവരുടെ പൊളിറ്റിക്സ് അവിടെ വെച്ചിരിക്കുകയാണ്. നമ്മളേതായാലും ഭരിക്കാൻ പോകണല്ലോ, ഇനി നമുക്ക് നമ്മുടെ രാഷ്ട്രീയം ആവശ്യമില്ല. ഈ രാഷ്ട്രീയം എന്താണ്? അത് BJPയുടെ കേന്ദ്ര സർക്കാരിനെ എതിർക്കുക എന്നുള്ളതാണ്. BJPയുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഹിന്ദുത്വാനുകൂലമായ നിലപാടുകളെല്ലാം എതിർക്കുക എന്നുള്ള മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം കുപ്പായ ഊരുന്ന പോലെ ഊരിയിട്ട് CH സെൻറ്ററിൽ, കോഴിക്കോട് CH സെൻറ്ററിൽ ഒരു മുറിയിൽ ഭദ്രമായിട്ട് അടച്ചു വെച്ചിട്ടാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്, N ഷംസുദ്ദീൻ സാഹിബ്, KM ഷാജി സാഹിബൊക്കെ മന്ത്രിമാരാകാൻ വേണ്ടി പോയത്. അപ്പോൾ ഹർഷം പറഞ്ഞതുപോലെ കോൺഗ്രസ് ഇവരെ അറിയിക്കാതെ ഇതെല്ലാം ചെയ്യുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഏതായാലും ഇവരറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അതിപ്പോൾ PM ശ്രീ ആണെങ്കിലും വഖഫ് ബോർഡ് വിഷയമാണെങ്കിലും ഇവരുടെ നിലപാട്, രാഷ്ട്രീയ നിലപാട് ഇവർ അട്ടത്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പോയി നല്ല കുപ്പായിട്ട് സത്യപ്രതിജ്ഞയും ചെയ്തിട്ട് അവർ ഭരിക്കാനങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിനെ വന്ന് ന്യായീകരിക്കുകയാണ് ഇവിടെ വന്നിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറ്റിക്കായിരുന്നു ഇവർ എന്ന് വ്യക്തമായില്ലേ? ആരെ? നമ്മളെ പൊതുസമൂഹത്തെ മാത്രമല്ല അവരുടെ പാർട്ടിക്കാരെ തന്നെയും പറ്റിക്കായിരുന്നില്ലേ? അതായത് വഖഫ് ബോർഡ് ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ അന്തം വിട്ടു ആളുകൾ. രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ലീഗിൻ്റെ രാഷ്ട്രീയം വളരെ സാഹൂര്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൊക്കെ അന്തം വിട്ടു. അയ്യോ, ഇതിപ്പോൾ പിന്നെ വഖഫ് നിയമ ഭേദഗതിയിൽ 14-ാമത്തെ സെക്ഷൻ ഈ പറയുന്ന വഖഫിൻ്റെ ബോർഡിനകത്ത് ഇതര മതക്കാരെയും കൂടെ ഉൾക്കൊള്ളിക്കണം എന്നതാണ്. വഖഫ് എന്ന് പറയുന്നത് ഒരു മുസ്ലിം വിശ്വാസികളുടേത് മാത്രമായൊരു കാര്യമാണ്. അതിനകത്ത് മുസ്ലിമേതര വിശ്വാസികൾ വരേണ്ടുന്ന ഒരു കാര്യവുമില്ല, സാഹചര്യവുമില്ല എന്ന ശരിയായ നിലപാട്, ഭരണഘടനാപരമായിട്ടുള്ള നിലപാട് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഭേദഗതിക്കെതിരെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും, എതിർഭാഗത്തുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നോട്ട് വെച്ചു. അതിൽ കോൺഗ്രസുണ്ട്, ലീഗുണ്ട്, CPM ഉണ്ട്, CPI ഉണ്ട്, എല്ലാ പാർട്ടികളുണ്ട്. CPM ഉം CPI ഭരിക്കുന്ന ആ സർക്കാർ അക്കാര്യത്തിൽ വളരെ ശക്തമായിട്ട് നിലപാടെടുത്തു. കോടതിയിൽ പോയിട്ട് പറഞ്ഞു, പ്രമേയം വേണമെങ്കിൽ അതും പറഞ്ഞു. എല്ലാം വെച്ച് അവർ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇവരിതാ ഹിന്ദുത്വാനുകൂലികളാണ് ഈ CPM ഉം CPI ഉം എന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കിയിട്ട് അധികാരത്തിൽ വന്ന ലീഗ് മാത്രമല്ല കോൺഗ്രസ് ഈ പറയുന്ന പരിപാടി ഞാൻ ഈ പറഞ്ഞ പോലെ അവരവരുടെ ഓഫീസുകളിൽ അലക്കി ആറിയിട്ടിട്ട് അവർ ഇതും എടുത്തങ്ങ് പോയി. അപ്പം നാട്ടുകാർ അന്തം വിടുകയാണ്. നാട്ടുകാരല്ല, ലീഗുകാർ അന്തം വിടുകയാണ്. എന്താണ് ഈ സംഭവിക്കുന്നത്? ഹൈക്കോടതിയിലായപ്പോൾ പറഞ്ഞു അത് കുഴപ്പമില്ല, ഞങ്ങൾ അങ്ങനെയല്ല പറഞ്ഞതെന്ന് PMA സലാം എന്ന് പറഞ്ഞു. എന്നാൽ ശരി, സുപ്രീം കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ തിരുത്തിക്കൊള്ളും. സുപ്രീം കോടതിയിൽ പച്ച വെളിച്ചം പോലെയല്ലേ, അല്ലെ പച്ചവെള്ളം പോലെയല്ലേ ഇപ്പോൾ നമ്മൾ തെളിഞ്ഞത്. P രാജീവ് ആ ബൈറ്റ് എടുത്ത് പുറത്തിട്ടോട് കൂടിയിട്ട് അവിടെ കോടതിയിൽ വക്കീൽ പറയുന്നത് ഇങ്ങനെയാണ്. ഹൈക്കോടതിയിൽ ഇങ്ങനെയൊരു വിഷയമുണ്ടായ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും അതല്ല തിരിച്ചായിരുന്നു നിലപാടെങ്കിൽ അവിടേക്ക് സുപ്രീം കോടതിയിലേക്ക് പോകുന്ന വക്കീലിനോട് പറയില്ലേ, വക്കീലെ ഞങ്ങളുടെ രാഷ്ട്രീയം ഇതാണ് കേട്ടോ, ഇത് വേണം അവിടെ ചെന്ന് പറയാനെന്ന്. അങ്ങനെ പറഞ്ഞില്ല എന്ന് മാത്രമല്ല, വക്കീലെ നിങ്ങൾ ഇതാണ് പറയേണ്ടതെന്ന് പറഞ്ഞാലല്ലേ സർക്കാരിന് വേണ്ടിയിട്ട് അവിടെ ഈ നിലപാടെടുക്കുക. അപ്പോൾ രാഷ്ട്രീയം ബാക്കിൽ വെച്ചിട്ട് ഇവരുടെ പരിപാടിയായിട്ട് പോവുകയാണ്. എനിക്കതിനുള്ള തെളിവ് വേറൊന്നും കൂടിയുണ്ട്. അതായത് ആരാണെന്നറിയില്ല, ഏതോ ഒരു മുസ്ലിം ലീഗ് അനുകൂലിയായിട്ടുള്ള ഒരാൾ ഈ സംഭവം കഴിഞ്ഞ ഉടനെ ഫേസ്ബുക്കിൽ എവിടെയോ പിന്നെ ഒരു ലീഗ് പ്രവർത്തകനോ മറ്റോ ആണെന്ന് തോന്നുന്നു, എനിക്കിപ്പോൾ ഓർമ്മയില്ല. അതായത് വഖഫ് ബോർഡിലെ ഇന്നലത്തെ വിഷയം ഉണ്ടായപ്പോൾ വഖഫ് ബോർഡിലെ ആദ്യം തന്നെ ജയന്തി രാജൻ്റെ ഫോട്ടോ ഇട്ട്, ഞാൻ കഴിഞ്ഞ ജയന്തി രാജൻ്റെ ഫോട്ടോ ഇട്ടിട്ട് പറഞ്ഞു, ഇതാ വഖഫ് ബോർഡിലെ ആദ്യ മുസ്ലിമേതര അംഗം ജയന്തി രാജനായിരിക്കുമെന്ന് പ്രവചിക്കാൻ ഞാൻ ധൈര്യപ്പെടുന്നു എന്ന് വെച്ചാൽ അത് വസ്തുതാപരമായിട്ട് ഇവരുടെ നിലപാടാണ് എന്ന് സ്ഥാപിക്കപ്പെട്ടു. ഒരു ലീഗ് അനുകൂലിയായ മാധ്യമപ്രവർത്തകനാണെന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ ഓർമ്മ ഏതോ ഒരു ലീഗ് പ്രവർത്തനം മറ്റാണ്. എന്തായാലും ഫോട്ടോ എനിക്ക് കണ്ട ഓർമ്മയുണ്ട്. അപ്പോൾ അതായത് അവരെ സ്വീകരിച്ചു, ചില ആളുകളെങ്കിലും അതിന് ഉടനടി സ്വീകരിച്ചു. കാരണം ശരി, കേന്ദ്ര സർക്കാർ നിലപാട് വന്നു, മുസ്ലിമേതരം വന്നു, അപ്പോൾ രാഷ്ട്രീയം അങ്ങ് മാറ്റി വെച്ചിട്ട് നേരെ ഞങ്ങൾക്ക് ആളുണ്ടല്ലോ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയ്ക്ക് ദുർബലമായ രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ പാർട്ടി ആകെ തന്നെയും വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കോൺഗ്രസ് അറിയിക്കാതെ ചെയ്യുന്നതായിരിക്കാൻ സാധ്യതയില്ല. കോൺഗ്രസ് അറിഞ്ഞുകൊണ്ട് തന്നെ, അല്ല ഇവരെ അറിയിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം അത് ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഇപ്പോൾ പിന്നെ എല്ലാ കാലത്തും അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത, മുഖ്യമന്ത്രി അവരാരാണോ അവരുടെ ഏറ്റവും അടുത്ത ഒരാളായിരിക്കും. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് BD സതീശൻ ചെന്ന് വിടുന്ന കുഴപ്പങ്ങളെന്നല്ല അദ്ദേഹത്തെ രക്ഷിക്കുന്ന ഒരു മിശിഹയാണ്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ക്ലോസ് സുഹൃത്താണ്. ഇത്
അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അവരറിയാതെയായിരിക്കുമോ? കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ അറിയിക്കാതെയായിരിക്കുമോ വി ഡി സതീശൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറയുന്നത് അവർ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് വരും. ഇനിയിപ്പോൾ 5 കൊല്ലത്തേക്ക് രാഷ്ട്രീയം, ഇപ്പോൾ ലീഗിൻ്റെ രാഷ്ട്രീയം CS സെൻറ്ററിൽ ഒരു മുറിക്കകത്ത് നിന്നിട്ട് ഞങ്ങളെ കൂടെ ഒന്ന് കൊണ്ടുപോകുമോ, ഞങ്ങളെ കൂടെ ഒന്ന് കൊണ്ടുപോകുമെന്ന് കരയാണ്. ഞങ്ങൾ കൂടെ നിങ്ങളുടെ കൂടെ വരേണ്ടതാണ് എന്ന് പറഞ്ഞ് കരയാണ്. ലീഗിൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയം. അത് ലീഗിനെ അപകടം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കേട്ടോ. അപകടം പക്ഷേ അവർ വിചാരിക്കുന്നത് അത് 5ാമത്തെ കൊല്ലം നോക്കിയാൽ പോരെ ഹർഷ, അപകടം ചെയ്യുമല്ലോ. അന്നത്തെ ആ രാഷ്ട്രീയം എടുത്ത് കുപ്പായ എടുത്തിട്ടാൽ പോരെ. പക്ഷേ ഇതിൽ ഇപ്പോൾ തൽക്കാലം ഈ PMS എല്ലാം ഉദ്ദേശിക്കുന്നത് ചന്ദ്രികയിലേക്ക് ഈ ശ്രദ്ധയെല്ലാം വന്നോളും. ചന്ദ്രികയിലെ ലേഖനത്തിലൂടെ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ഒരു അവസ്ഥയെ നമുക്ക് മറികടക്കാം എന്നാണ് അദ്ദേഹം കരുതുന്നത്. എങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. കാരണം ഇതിന് വേറെ തെളിവുകൾ പല വഴിക്ക് ഇങ്ങനെ വരും എന്ന് ഇന്നിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇവർ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം, അതായത് ഈ ഒരു രാഷ്ട്രീയ പരിചയവുമില്ലാത്ത വളരെ ചെറുപ്പക്കാരായുള്ള 10-20 വയസ്സുള്ള കുട്ടികൾ അവിടെ അവരുടെ ഒരു നിലപാടിൻ്റെ പേരിൽ തല്ലുകൊള്ളുകയാണ്, ചോര ചിന്തുകയാണ്. ഇത് അവരവരുടെ രാഷ്ട്രീയ നിലപാടിൻ്റെ പേരിൽ. അപ്പോഴാണ് ഇവർ പൂർവ്വസൂരികൾ ഇങ്ങനെ കൈമാറി കിട്ടിയിട്ട് ശക്തമായി കിട്ടിയിട്ട് ഉള്ള ഒരു പാർട്ടി അതിൻ്റെ ഈ രാഷ്ട്രീയത്തെ കൊണ്ടുപോയിട്ട് അട്ടത്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഈ രാഷ്ട്രീയ നേതാക്കളെ ഓർത്താക്കൊള്ളാം. അതും വെറും അധികാരത്തിന് വേണ്ടിയിട്ട്. വെറും അധികാരം എന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലായില്ല. പക്ഷേ എന്നാൽ അധികാരത്തിന് വേണ്ടിയിട്ട് സ്വന്തം ഡീപ്പായിട്ടുള്ള ഏറ്റവും ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള പൊളിറ്റിക്സിനെ എടുത്തിട്ട് കരക്ക് വെച്ചിട്ടാണ് അവർ ഇങ്ങനെ ടൂർ നടത്തി പോകുന്നത് എന്നുള്ള കാര്യം അവരുടെ അണികൾ തന്നെയും കാണുന്നുണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. 2025 നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതിയിലെ സെക്ഷൻ 14 വഖഫ് ബോർഡിൽ 2 അമുസ്ലിം പ്രതിനിധികൾ വേണം എന്ന് പറയുന്നത്. ഈ നിയമ ഭേദഗതി പുറത്തു വന്നപ്പോൾ അന്നത്തെ LDF സർക്കാർ ഈ ബില്ലിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കുകയും ചെയ്തിരുന്നു. UDFിൻ്റെ കൂടി പിന്തുണയിൽ ഏകകണ്ഠമായിരുന്നു ഈ പ്രമേയം എന്നതാണ് ശ്രദ്ധേയം. എന്നാൽ ഇന്ന് മുസ്ലിം ഇതരരെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾക്ക് തങ്ങൾ എതിരല്ല എന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ ഇന്ന് സുപ്രീം കോടതിയെ അറിയിച്ചത്. വിഷയത്തിലെ തങ്ങളുടെ മുൻ നിലപാടിൽ മാറ്റമില്ലെന്ന് മുസ്ലിം ലീഗ് ആവർത്തിക്കുമ്പോഴാണ് ഹൈക്കോടതിക്ക് പുറമെ സുപ്രീം കോടതിയിലും സംസ്ഥാന സർക്കാർ നിലപാട് ആവർത്തിച്ചത്. കോടതിയിലെ നിലപാടോടെ BJPയുടെ അതേ നയമാണ് UDF സർക്കാർ പിന്തുടരുന്നത് എന്ന വിമർശനങ്ങളാണ് ഇപ്പോൾ ഇടതുപക്ഷമടക്കം വീണ്ടും ഉയർത്തുന്നത്. സമസ്തയും കഴിഞ്ഞ ദിവസം സർക്കാരിനെതിരെ രംഗത്തെത്തിയിരുന്നു. അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുമെന്ന് സർക്കാർ എവിടെയും വാദിച്ചിട്ടില്ല എന്ന മുസ്ലിം ലീഗിൻ്റെ വാദവും ഇന്ന് പുറത്തു വന്ന ദൃശ്യങ്ങളോടെ പൊളിയുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി അത്തരം വാദങ്ങൾ പറഞ്ഞ് തടിതപ്പാൻ ലീഗിന് കഴിയുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. വിഷയത്തെ ഇനി സർക്കാരും UDFും എങ്ങനെ നേരിടും എന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത് തന്നെയാണ്.